കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ കേസെടുത്ത വനം വകുപ്പിന്റെ നടപടി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൈനാവ് വെള്ളപ്പാറ DF ഓഫീസ് ഉപരോധിക്കും. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ PWD വകുപ്പിന്റെ അധീനതയിലുള്ള ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം ശക്തമാവുകയാണ്. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം സമരം നടന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വിദൂരമായ ഗ്രാമപ്രദേശങ്ങൾ ആനക്കുളം, മാങ്കുളം പ്രദേശത്തിലെ ജനങ്ങൾക്ക് വ്യാപാര കേന്ദ്രമായ ആലുവയ്ക്കും എറണാകുളത്തിനും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആലുവ മൂന്നാർ രാജപാത കുട്ടമ്പുഴയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുകയും വനം വകുപ്പ് കയ്യേറുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഈ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MP-യുടെയും MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്ന കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ പൈനാവ് വെള്ളാപ്പാറയിലെ DFO ഓഫീസ് പിക്കറ്റ് ചെയ്യുകയും പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ പ്രതിഷേധ സമരം രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്യും. രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികൾ, ഭാരവാഹികൾ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കും. വനഭൂമിയിൽ അതിക്രമിച്ചു കയറി വനവകുപ്പിന്റെ ബാരിക്കേഡുകൾ നശിപ്പിച്ചു, വന്യജീവികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്വൈര ജീവിതം തകർത്തു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ച് കേസെടുത്തിരിക്കുന്ന വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സമാധാനപരമായ മാർഗങ്ങളിലൂടെയും നിയമവ്യവസ്ഥകൾക്ക് വിധേയമായും ജനങ്ങൾക്ക് പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള ജനങ്ങളുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു. ജില്ലയിലെ ഏറ്റവും വിദൂരവും അവികസിതവുമായ മാങ്കുളം, ആനക്കുളം പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയുന്നതും ഇന്ത്യയിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായ ആലുവ മൂന്നാർ റോട്ടിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് കയറിയിരിക്കുന്നത് വനം വകുപ്പാണ്. PWD റവന്യൂ രേഖകളിലെല്ലാം റോഡ് എന്ന് ചേർത്തിരിക്കുന്നതും അതിരുകൾ നിശ്ചയിച്ചിട്ടുള്ളതുമായ ഈ റോഡ് കഴിഞ്ഞ കുറെ കാലമായി വനം വകുപ്പ് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികളായ മലയോര കർഷകർ സമരം നടത്തിയത്. രാജപാതയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റവും ഭീഷണിയും കോതമംഗലം രൂപതാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതും PWയുടെ നിശബ്ദതയും സർക്കാരിന്റെ അനാസ്ഥയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം തീർത്തിരിക്കുകയാണ്. കോതമംഗലം ബിഷപ്പിനും ജനപ്രതിനിധികൾക്കും കർഷകർക്കും നേരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പൂർണ്ണമായി പിൻവലിക്കുകയും വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ധർണ ഇടുക്കി രൂപതാ മുഖ്യമന്ത്രി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിങ്കൽ ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് സംഘടനാ ഭാരവാഹികളായ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഫാദർ ജിൻസ് കാരക്കാട്ടു, രൂപതാ ട്രഷറർ ജോസഫ് ചാണ്ടി തേവർ പറമ്പിൽ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴി എന്നിവർ പ്രസംഗിക്കും.